അങ്ങനെ ഇന്ന് റിലീസായ ജിത്തു ജോസഫിൻ്റെ മിറാഷ് എന്ന സിനിമ ഞാനിപ്പോൾ കണ്ടിറങ്ങി. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഒരു ഹൈ മൊമെൻറ്റ്സ് തരുന്ന കുറച്ച് ഭാഗങ്ങളും സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. സിനിമ തുടങ്ങി ആ ഒരു മിസ്റ്ററി ത്രില്ലർ ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് പോകുന്നത്. സിനിമ തുടങ്ങി ആ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ നല്ല കഥ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു ഇൻ്റർവെല്ലൊക്കെ അടുത്തു എന്നൊക്കെ തോന്നുന്ന സമയത്തുമ്പോഴത്തേക്കും നല്ല രീതിയിലൊരു വലിച്ചിൽ ഒരു കഥയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ബോറടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു മോശം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പം നല്ല രീതിയിൽ പിന്നെയും കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ഒരു ഇൻ്റർവെല്ല് കഴിഞ്ഞ് പിന്നെ ട്വിസ്റ്റുകളുടെ ഒരു ആറാട്ടാണ്. നമ്മളിപ്പോൾ സിനിമ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിൽ നിന്നൊന്ന് കണ്ണ് ചിമ്മി കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഒരു ട്വിസ്റ്റ് അവിടെ നടന്നിരിക്കും. പിന്നെ ട്വിസ്റ്റുകളുടെ ഒരു അതിപ്രസരം നടക്കുന്ന ഒരു ഫീലാണ് തോന്നിയത്. അപ്പോൾ അതിൽ തന്നെ പിന്നീട് അങ്ങോട്ട് കുറേ ട്വിസ്റ്റുകൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഒരു ട്വിസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ചിരി വരുന്ന ഒരു ഫീലൊക്കെ നമ്മൾ തിയേറ്ററിനകത്ത്. പിന്നെ നമുക്കറിയാം ഇവിടെ എന്തെങ്കിലും ട്വിസ്റ്റ് വരാനുണ്ട്, അപ്പോൾ അപ്പം തന്നെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പിന്നെ ചില ട്വിസ്റ്റൊക്കെ നല്ല പഴങ്കഞ്ഞി ട്വിസ്റ്റുകൾ പോലെ ആയിരുന്നു. അപ്പോൾ നല്ല രീതിയിലൊരു കൺവിൻസിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഒത്തിരി ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ ഒരു കഥയിനകത്ത് ഉണ്ട്. പക്ഷേ അങ്ങനെ അവസാനം സിനിമയുടെ ഒരു ക്ലൈമാക്സ് കൊണ്ട് എടുക്കുന്നു. വലിയ പ്രത്യേകിച്ചൊന്നും ഓഫർ ചെയ്യാനില്ലാതെ തന്നെ നമ്മളെന്ത് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു കഥ പോകുന്നു. പക്ഷേ അവിടെ വീണ്ടും ഒരു എൻഡ് പഞ്ച് ഉണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് വർക്കൗട്ടായിട്ടുണ്ട്. എന്നെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമ കണ്ട മിക്കവാറും പേരുടെയും ഒരു സമാനമായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനത്തെ രീതിയിലാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ സ്ക്രീനിൽ കണ്ടതിൽ നിന്ന് എന്തെങ്കിലും ഒരു അധികമായിട്ടുള്ള ഒരു സംഭവം, ആ ഒരു ട്വിസ്റ്റ് നമ്മൾ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആ ഒരു സംഭവം. അപ്പം അത് നല്ല രീതിയിൽ തന്നെ ഒരു ഗ്രാഫ് ക്ലൈമാക്സ് എൻ്റെ പഞ്ചെത്തുമ്പോഴത്തേക്കും ഒരു മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. പക്ഷേ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ആവറേജ് ഒരു അനുഭവമായിരുന്നു. ഇപ്പോൾ ദൃശ്യമോ അല്ലെങ്കിൽ ഒരു മെമ്മറീസിനോ പോലെയുള്ള ഒരു ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ കണക്റ്റ് നല്ല രീതിയിൽ പലയിടത്തും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു കൺവിൻസിങ് ആയിട്ട് ഒരു 100% ഒരു കൺവിൻസിങ് ആണെന്ന് പറയത്തക്ക ആ ഒരു ഫീലും തോന്നിയില്ല. അപ്പം ഓവറോൾ ഒരു ജസ്റ്റ് ഒരു ആവറേജ് അനുഭവമായിരുന്നു എനിക്ക് മിറാഷ് എന്ന സിനിമ സമ്മാനിച്ചത്.